ഇന്ത്യയുടെ പൂർവ്വ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 92 വയസ്സുണ്ടായിരുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയിൽ സിഖ് വംശജനായിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അംഗമുള്ള ഒരു വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആദ്യമേ റിസർവ് ബാങ്കിലെ ഗവർണറായിരുന്നു. അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൻമോഹൻ സിംഗ് സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ. അതുകൊണ്ടാണ് ഭാരതം ഇന്നും താഴെ വീഴാതെ പണച്ചുരുക്കോ പണപ്പെരുപ്പോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. മൻമോഹൻ സിംഗ് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ മറ്റ് ഒരു രാഷ്ട്രീയ നേതാവും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ഒന്നാമത്തെ കാര്യം സമ്പദ്ഘടന എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് അവർക്ക് അറിയില്ല. റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ട് ഇരുന്നിരുന്ന അത്രയും സമയം മൻമോഹൻ സിംഗിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറിച്ച് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സംഭാവന ചെലുത്താനായിട്ട് കഴിഞ്ഞത്. ഏകദേശം 10 വർഷത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ചും 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ന് ഭാരതം തലയുയർത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തത് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ്. മൻമോഹൻ സിംഗ് തന്നിട്ടുള്ള സംഭാവനകൾ ഉപയോഗിച്ചിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് പുതിയൊരു അധ്യായം കുറിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എങ്കിൽ അതുപോലൊരു സമ്പദ്ഘടന ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തിലെ ഒരു ഓപ്പൺ മാർക്കറ്റായിട്ട് മാറ്റിയിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഒരുപാട് പുതിയ നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ അകത്തും ഇന്ത്യയുടെ പുറത്തും സൃഷ്ടിക്കുവാൻ കാരണം മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് പുതിയൊരു മുഖം അത് നൽകി വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇന്ത്യക്ക് വലിയൊരു വരദാനമായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ദുഃഖമായിരിക്കും. അവരുടെ ദുഃഖത്തിനോടൊപ്പം നമ്മളും പങ്കുചേരും.